ശബരിമല സ്വർണ്ണമോഷണത്തിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ എത്തുന്ന ദിവസം കൂടിയാണ്. തന്ത്രിക്ക് സ്വർണ്ണമോഷണത്തിൽ പങ്കില്ല എന്നും റിമാൻഡ് റിപ്പോർട്ടിലെ കാര്യങ്ങൾ വിചിത്രമാണെന്നുമാണ് തന്ത്രിയുടെ അഭിഭാഷകന്റെ വാദമെന്ന് പറയുന്നത്. രാജ്കുമാർ കൂടി എന്നോടൊപ്പം ചേരുകയാണ് വാർത്തയുടെ സമഗ്ര വിവരങ്ങൾ പങ്കുവയ്ക്കാനായി. രാജ്കുമാർ, തന്ത്രിയുടെ ജാമ്യാപേക്ഷ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയുടെ പരിഗണനയിലേക്ക് എത്തുന്ന ദിവസം കൂടിയാണ്. കഴിഞ്ഞ ദിവസം വാഹനം അടക്കമുള്ള കാര്യങ്ങൾ തൊണ്ടി മുതലായി കോടതിയിൽ അന്വേഷണ സംഘം ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായും തന്ത്രി വാദിക്കുന്നത് ഏത് തരത്തിലാണ്? അതിന് SITയുടെ പ്രോസിക്യൂഷന്റെ മറുപടി ഏത് വിധത്തിലാണ്? ഈ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട 2 കേസിലും ഇപ്പോൾ തന്ത്രി പ്രതിയാണ്. അതൊരു ഭാഗത്തുണ്ട്. അതില് റിമാൻഡ് റിപ്പോർട്ടുകൾ ഉൾപ്പെടെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇന്ന് തന്ത്രി ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകിയ ജാമ്യാപേക്ഷയിൽ ഇന്ന് കോടതി അത് പരിഗണിക്കുക. ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ ഇതിന് കൂട്ടുനിന്നു, ആചാരലംഘനത്തിന് കൂട്ടുനിന്നു, ആജ്ഞ വാങ്ങിയില്ല, അതുപോലെ രേഖാമൂലം ദേവസ്വം ബോർഡിന് എതിർപ്പ് അറിയിച്ചില്ല തുടങ്ങിയ കാര്യങ്ങൾ മുഴുവനും അത് റിമാൻഡ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതായത് മോഷണത്തിന് മൗനാനുവാദം നൽകി ആ ഗൂഢാലോചനയിൽ പങ്കാളിയാണ് എന്ന ഗുരുതരമായ ഒരു ആരോപണമാണ് ശബരിമലയുടെ അവസാന വാക്കായി കരുതിയിരുന്ന തന്ത്രിയുടെ മേൽ ഇപ്പോൾ SIT ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങളും ആരോപണങ്ങളും. അതിനെതിരെയാണ് ഇന്ന് തന്ത്രിയുടെ അഭിഭാഷകർ ഇന്ന് വിജിലൻസ് കോടതി ഹാജരാകുന്നതും പറയുന്നതും.